ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം ലഭ്യമാക്കുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെത്തുന്ന ദരിദ്രർക്ക് സഹായം എന്ന നിലയിലാണ് ചിന്നക്കട ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കൊല്ലം കോർപ്പറേഷൻ തുച്ഛമായ തുകയ്ക്ക് പ്രാതൽ ലഭ്യമാക്കുന്നത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന മാതൃകാ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേക കൗണ്ടറിൽ രാവിലെ 7 മണി മുതൽ 9:30 വരെ ആഹാരം ലഭ്യമാക്കും. ഇഡലി, ദോശ, അപ്പം തുടങ്ങി ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ് ഉണ്ടാകുക. ആദ്യഘട്ടത്തിൽ 300 പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിപുലീകരിക്കാനും കോർപ്പറേഷൻ തയ്യാറാണ്. ജില്ലയുടെ തീരമേഖലയിൽ വിപുലമായ ശുചീകരണം നടത്തി. തീരശുചീകരണത്തിന് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ജനങ്ങളും മുന്നിട്ടിറങ്ങി. നീണ്ടകര ഗ്രാമപഞ്ചായത്തിലും ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ടമായി തീരശുചീകരണ ക്യാമ്പയിൻ നടത്തി. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പരിമണം, ഹാർബർ എന്നിവിടങ്ങളിൽ നടന്ന ശുചീകരണത്തിൽ സന്നദ്ധ പ്രവർത്തകർ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കുചേർന്നു. ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ ജില്ലയിലെ സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മണ്ണിടിച്ചിലും ചുഴലിക്കാറ്റും വാതകച്ചോർച്ചയും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത മോക്ക് ഡ്രിൽ നടത്തി പരിശോധിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാരിപ്പള്ളിയിലും തെന്മലയിലുമായി മോക്ക് ഡ്രിൽ ഒരുക്കിയത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ മുതൽ 91 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള അതിതീവ്ര ചുഴലിക്കാറ്റ് സംഭവിച്ചാൽ ദുരന്ത നിവാരണ പ്രതികരണ സേനകളിലെയും വിവിധ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയുമെല്ലാം കൂട്ടിയിണക്കി എങ്ങനെ നേരിടുമെന്നതിന്റെ മാതൃകയാണ് മോക്ക് ഡ്രില്ലിലൂടെ പരീക്ഷിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും തെന്മല നാഗമല എസ്റ്റേറ്റിന് സമീപം വീടുകൾ തകരുന്നതും മരങ്ങൾ വീഴുന്നതും മണ്ണിടിച്ചിലുണ്ടാകുന്നതുമായിരുന്നു 2ാമത്തെ മോക്ക് ഡ്രിൽ. ആശയവിനിമയ ഉപാധികളുടെ അഭാവത്തിൽ ഹാം റേഡിയോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിലൂടെ നിർവഹിച്ചാണ് മോക്ക് ഡ്രിൽ പൂർത്തിയാക്കിയത്. വേനൽക്കാല ഹോക്കി പരിശീലനത്തിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ തുടക്കമായി. കൊല്ലം ഹോക്കിയും ജില്ലാ സ്പോർട്സ് കൗൺസിലും IREയും സംയുക്തമായാണ് വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പ് ക്രമീകരിച്ചത്. ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ഹോക്കി സ്റ്റിക്ക്, ജേഴ്സി എന്നിവ നൽകി. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് കൊല്ലം പൂരവും കുടമാറ്റവും ആശ്രാമം മൈതാനത്ത് നടന്നു. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന പൂരവും കുടമാറ്റവും മൈതാനത്ത് നിറഞ്ഞ പുരുഷാരത്തിന് അതുല്യമായ ദൃശ്യനാഥ അനുഭൂതി സമ്മാനിച്ചു. മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ 200ഓളം വാദ്യ കലാകാരന്മാർ തീർത്ത നാദവിസ്മയം മേളപ്രേമികളെ ആവേശ കൊടുമുടി കയറ്റി. പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും മുഖാമുഖം അണിനിരന്ന കുടമാറ്റത്തിൽ ഇരുഭാഗത്തും 11 കൊമ്പന്മാർ വീതം അണിനിരന്നു. കുടകളിലെ വൈവിധ്യം കൗതുകമുളവാക്കി. ആശ്രമം മൈതാനത്തെ തുറന്ന സ്റ്റേജിൽ നടന്ന കലാശക്കൊട്ട് മേള ആസ്വാദകർക്ക് ലഹരിയായി. കുടമാറ്റത്തിന് ശേഷം പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും ചിന്നക്കട റൗണ്ടിലെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് പൂരത്തിന് സമാപനമായത്. പൂരം സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിൽ അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ സന്ദർശനം നടത്തി. റേഷൻ വിതരണം, അംഗൻവാടിയിൽ നിന്നുള്ള പോഷകാഹാര വിതരണം, അവശ്യ മരുന്നുകളുടെ വിതരണം തുടങ്ങിയവ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഉപകുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസറെ ചുമതലപ്പെടുത്തി. വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം നടത്തിയത്. നഗരത്തിലെ ജവഹർ ബാലഭവനിൽ വേനലവധിക്കാല ക്ലാസുകൾ ആരംഭിച്ചു. മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. 2 മാസത്തെ ക്ലാസുകൾക്കാണ് തുടക്കമായത്. ശാസ്ത്രീയ സംഗീതം, വയലിൻ, വീണ, മൃദംഗം, ഗിത്താർ, ചിത്രകല തുടങ്ങി 14 വിഷയങ്ങളിലാണ് പരിശീലനം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.